ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവേന്നേ. അതിന് രണ്ട് സാധനം വേണ്ടു, ഒരു ക്രൊസാൻഡും ഒരു ചോക്കോബാർ ഐസ്ക്രീമും. ഇന്ന് ബേക്കറിയിൽ പോയപ്പോൾ ഈ സാധനം അവിടെ കണ്ടു. അപ്പോഴാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് തോന്നിയത്. പക്ഷെ ഞാൻ വാങ്ങിച്ച ക്രൊസാൻഡ് കുറച്ച് ചെറുതായി പോയി എന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ക്രൊസാൻഡിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വാങ്ങിയ ചോക്കോബാർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് കഴിക്കുക. അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ ചോക്കോബാർ ഇതിനേക്കാൾ വലിപ്പം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആക്കി നോക്കാം. കുറച്ച് സമയമായിട്ട് പുറത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ചോക്കോബാർ ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ ഉള്ളിൽ കയറുമോ എന്നൊന്ന് നോക്കണം. അയ്യോ, ചോക്കോബാർ ഇതിൻ്റെ ഉള്ളിൽ കയറില്ല കേട്ടോ. സ്പൂൺ വെച്ച് തള്ളി കയറ്റാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം ഞാൻ ഒരു പണിയെടുത്ത്. എന്താണെന്നല്ലേ, കാണിച്ചു തരാം. എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതെന്തായാലും ഇതിൽ കയറൂല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സൈഡിൽ നിന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് ഐഡിയ ഇല്ലാത്തത് വെക്കണം എന്നല്ലേ ഉള്ളൂ. ഓക്കെ, പിന്നെ അല്ല, എന്തായാലും ഐസ്ക്രീം ഉള്ളിൽ വരണം എന്നല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അച്ഛനെ കൊണ്ടും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അച്ഛനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അച്ഛൻ്റെ എക്സ്പ്രഷൻ തന്നെ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മോനും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ മോതൊന്ന് കടിച്ചു കടിക്കും. രസമുണ്ടാ? ഐക്യം രസമുണ്ടോ? അന്ന് ഒരു അടിയും കൊണ്ട് കടിച്ചോ. എന്തായാലും മോന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായല്ല. ഐസ്ക്രീമിൻ്റെ തണുപ്പുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ. ഇനിയിപ്പം ഞാൻ തന്നെ കഴിച്ച് തീർക്കാം. ഒരൈറ്റം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് അധികമാവും. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.